നമസ്കാരം. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് ബോട്ടണിയുടെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് വിറ്റേക്കറുടെ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആയിരുന്നു അല്ലേ. അതിനകത്ത് നമ്മൾ 3 ആൾക്കാരെ അവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബാക്കി വരുന്ന ആൾക്കാരെ നമ്മൾ പുതിയ ചാപ്റ്റർ ആയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, ദ പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡം ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ അവിടെ പറഞ്ഞതാണ്. ക്ലാസിഫിക്കേഷനിൽ ആരൊക്കെയാണ് ഇതിനകത്ത് പെടുന്നത്, എന്താണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്നൊക്കെയുള്ള അത് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു വലിയൊരു ഗ്രൂപ്പാണ് പ്ലാന്റ് കിങ്ഡം. എല്ലാ പ്ലാന്റ്സിനെയും ഇതിനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ഇതിന് എന്ത് ചെയ്തത്, ക്ലാസിഫൈ ചെയ്ത് അല്ലെങ്കിൽ ചാപ്റ്റർ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, നോക്കാം എന്താണ് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്നത്. പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരെ ക്ലാസിഫിക്കേഷൻ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിനൊരു ഇൻട്രൊഡക്ഷൻ എന്നോണം ഏത് രീതിയിൽ എന്തൊക്കെ ബേസിസ് വെച്ചാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്മൾ വിറ്റേക്കറുടെ ക്ലാസിഫിക്കേഷനും ലിനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ പറഞ്ഞതാണ്. അത് കൂടാതെ ഇവിടെ കുറച്ചുകൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, സയൻറ്റിഫിക് അപ്രോച്ചോടുകൂടെ നമ്മൾ പ്ലാന്റ്സിനെ എന്ത് ചെയ്തു, ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് ഫസ്റ്റ് വൺ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ദർ ഈസ് ഓൺലി മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സിന് എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്, അങ്ങനെയാണ് അതിൻ്റെ ഹൈറ്റ് അല്ലെ വിഡ്ത്ത് എന്താണ്, ലീഫ് അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ്, അങ്ങനെ ജസ്റ്റ് അപ്പിയറൻസിലൂടെ മാത്രം നമ്മൾ പ്ലാന്റ്സിനെ എന്ത് ചെയ്യുക, കാറ്റഗറൈസ് ചെയ്യുക. അങ്ങനെ പ്ലാന്റ്സിനെ കാറ്റഗറൈസ് ചെയ്ത് ഗ്രൂപ്പ് ആക്കി തിരിച്ചു. ആ ഗ്രൂപ്പിലെ ഒരു രൂപം കൊടുത്തു. അതിനെയാണ് നമ്മൾ ഏത് പറയുന്നത്, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ഇത് തന്നെയാണ് ലിനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനും തിയോഫ്രാസ്റ്റസിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ വരിക. ലിനിയേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലേ. കാൾ ലിനിയേഴ്സ് ആണ് 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പറഞ്ഞത്. അതുപോലെ തന്നെ തിയോഫ്രാസ്റ്റസ് അദ്ദേഹം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ 2 പേരും ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഫോളോ ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മോർഫോളജി മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, പരിഗണിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ട്. മോർഫോളജി എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ആഴത്തിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് അപ്പിയറൻസ് മാത്രം. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഒരുപാട് ഗ്രൂപ്പ്, ചിലപ്പം ഒരേ ഗ്രൂപ്പിൽ വരേണ്ടവരെല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ ഇതിൽ പെടണം എന്ന് നമ്മൾ ആദ്യമേ കൺസിഡർ ചെയ്ത ചില ആൾക്കാരുണ്ടാവും. അവരെ ചിലപ്പോൾ എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവാം, ഗ്രൂപ്പിൽ പെടാതെ ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഡീമെറിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ പറ്റില്ല ക്ലാസിഫിക്കേഷനിൽ. അപ്പോൾ ഇതിന് പോരായ്മ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്ത് പോയി, അവിടെ ഒന്ന് സപ്രസ് ചെയ്ത്, അല്ലെങ്കിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഇത് ഉൾക്കൊള്ളാത്തത് കൊണ്ട് തന്നെ നമ്മൾ പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനിൽ പോവാണ്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. നാച്ചുറൽ സിസ്റ്റത്തിൽ നമ്മൾ ഒരു കാര്യം കൂടെ അഡീഷണൽ ആയിട്ട് പറയുന്നുണ്ട്, ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, അനാട്ടമി ഓഫ് പ്ലാന്റ്സ്. ആ മോർഫോളജി ആണ് ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ കൺസിഡർ ചെയ്തതെങ്കിൽ നാച്ചുറൽ സിസ്റ്റത്തിൽ ബോത്ത് മോർഫോളജി ആൻഡ് അനാട്ടമി ആർ കൺസിഡർ. അനാട്ടമി വരുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ സൈറ്റോളജിക്കൽ ഫീച്ചേഴ്സിലേക്ക് പോയി. 2 കാര്യങ്ങളും, സ്ട്രക്ചറിങ്, ഇന്റേണൽ സ്ട്രക്ചർ, സെൽ അറേഞ്ച്മെൻറ്റ്, ടിഷ്യൂസ് അറേഞ്ച്മെൻറ്റ്, ഓർഗൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്, ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ 2 ഗ്രൂപ്പ്, ആർട്ടിഫിഷ്യൽ ആൻഡ് നാച്ചുറൽ. ഇത് കൂടാതെ ക്ലാസിഫിക്കേഷൻ പലതരത്തിലുണ്ട്. നമുക്ക് പിന്നെയും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. കീമോ ടാക്സോണമി എന്ന് പറയാം. കീമോ ടാക്സോണമി. ടാക്സോണമി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ കീമോ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നത് ഡ്യൂ ടു ദർ ഓർ ബേസിസ് ഓഫ് ദർ കെമിക്കൽസ്. ആ പ്ലാന്റ്സിൽ എന്തൊക്കെ കെമിക്കൽസ് ഉണ്ട്, ലൈഫ് പ്രോസസ്സ് എന്താണെങ്കിലും അതിനകത്ത് കാണപ്പെടുന്ന ഓൾറെഡി അതിൽ ആദ്യമേ പ്രസൻ്റ് ആയിരിക്കുന്ന കെമിക്കൽസിൻ്റെ പ്രസൻസിൽ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക. അതാണ് കീമോ ടാക്സോണമി. ദെൻ ഫോർത്ത് വൺ, ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമി. ന്യൂമറിക്കൽ ടാക്സോണമിയിൽ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് ഡ്യൂ ടു ദർ ഓർ ബേസ്ഡ് ഓൺ ദർ നമ്പേഴ്സ്. ചില ആൾക്കാർ ഒരുപാട് ഉണ്ടാകാം, നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തത്ര ഉണ്ടാകും. ചിലതൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. ഈ യൂക്കാരിയോട്ട്, പ്രോക്കാരിയോട്ടൊക്കെ എന്താണ്, നമുക്ക് ലിമിറ്റഡ് ആണ്. കുറഞ്ഞ അളവിലുള്ള ആൾക്കാർ മാത്രമേ ആ ഗ്രൂപ്പിൽ കാണാൻ പറ്റൂ. അവരൊക്കെ കൗണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്പറിൻ്റെ ബേസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ന്യൂമറിക്കൽ ടാക്സോണമി എന്ന് പറയാം. Okay, then fifth one,
സൈറ്റോടാക്സോണമി. സൈറ്റോടാക്സോണമിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സൈറ്റോളജിക്കൽ ക്യാരക്ടർ. സൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് സെൽസ് എന്നാണ് പറയുക. സെല്ലിനെ കുറിച്ചും ടിഷ്യൂസിനെ കുറിച്ചും ഓർഗൻസിനൊക്കെ ഡീറ്റെയിൽ ആയി പഠിക്കുന്ന ബോട്ടണിയുടെ അല്ലെങ്കിൽ സയൻസിൻ്റെ ഒരു ബ്രാഞ്ചിനാണ് നമ്മൾ സൈറ്റോണമി എന്ന് പറയുക. അത് സൈറ്റോടാക്സോണമി എന്ന് പറയുമ്പോൾ ആ സെൽ അറേഞ്ച്മെൻറ്റിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുക. ഇതും ഇൻറ്റേർണൽ സ്ട്രക്ചർ തന്നെയാണ്, നമ്മുടെ നാച്ചുറൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. അനാട്ടമി കൺസിഡർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനകത്ത് ഉൾഭാഗത്തായിട്ടുള്ള കെമിക്കൽസ് ഏതാണെന്നുള്ളതും അതുപോലെ തന്നെ സെൽ അറേഞ്ച്മെൻ്റ് ഒക്കെ പറയാം. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്ത് പ്ലാന്റ്സിനെ വ്യത്യസ്ത ഗ്രൂപ്പുകളാക്കിയിട്ട് തിരിച്ചു. ദെൻ ഒരു ക്ലാസിഫിക്കേഷനും കൂടെ പറയാനുണ്ട്, ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇവിടെ നമ്മൾ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഓൾസോ എ ബ്രാഞ്ച് ഓഫ് ബോട്ടണി. ജീനുകളെ കുറിച്ച് പഠിക്കുക, DNA സ്ട്രക്ചേഴ്സ്, ക്രോമസോംസ്, അതൊക്കെ ചെറിയ ക്ലാസ്സിലേ നമ്മൾ പഠിക്കുന്നതാണ്. RNA, DNA, ക്രോമസോംസ്, എങ്ങനെയാണ് ഒരു സെല്ല് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നത്, അതെങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, 2 സെൽ സൈക്കിളെ വെച്ചിട്ട് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്, അതിനാണ് ഫൈലോജെനറ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ജെനറ്റിക് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മളെ പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്ന ആൾക്കാരെ ക്ലാസിഫൈ ചെയ്തതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ സിസ്റ്റവും നാച്ചുറൽ സിസ്റ്റവും, കീമോടാക്സോണമി, ന്യൂമറിക്കൽ ടാക്സോണമി, സൈറ്റോടാക്സോണമി ആൻഡ് ഫൈലോജെനറ്റിക് ടാക്സോണമി. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എത്ര ഗ്രൂപ്പായിട്ട് പ്ലാന്റ്സിനെ തിരിച്ചു, അതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിലൊക്കെ കൺസിഡർ ചെയ്ത് എങ്ങനെ നമ്മൾ പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തു നോക്കാം. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തത്? ഇതൊരു അസെൻഡിങ് ഓർഡർ എന്ന രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തത്. ഏറ്റവും ചെറിയ ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർഫോളജി നോക്കുകയാണെങ്കിലും അനാട്ടമി നോക്കുകയാണെങ്കിലും സെൽ അറേഞ്ച്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിലും സിമ്പിൾ ഫോമിലുള്ളവരാദ്യം നമ്മൾ ഗ്രൂപ്പാക്കി പെടുത്തും. അവരെയാണ് നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത്. ആൽഗേ എന്നാണ് പറയുക. ആൽഗേ എന്താണെന്നുള്ളതും നമ്മൾ ക്ലാസിഫിക്കേഷനിൽ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തതാണ്. അപ്പോൾ ആൽഗയാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ ആൽഗയെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് വരുന്ന ആൾക്കാരെ നമ്മൾ ഏതിൽ പെടുത്തും? സെക്കൻഡ് ഗ്രൂപ്പിൽ പെടുത്തും. അതാണ് ബ്രയോഫൈറ്റ്സ്. ബ്രയോഫൈറ്റ്സ് അനാട്ടമിയൊക്കെ കുറച്ചും കൂടെ എന്താണ്, ആൽഗയെക്കാളും ഡെവലപ്ഡ് അല്ലെങ്കിലും ആൽഗയെക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിരിക്കും. അതിനേക്കാളും കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് വരുന്നതാണ് തേർഡ് ഗ്രൂപ്പിൽ വരുന്നത് ടെറിഡോഫൈറ്റ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചില ടേംസുകൾ ഈ ബോട്ടണിയിൽ മാത്രമല്ല സുവോളജിയിലും വരുന്ന ചില ടേംസുകൾ മിക്കവാറും ലാറ്റിൻ ഗ്രീക്ക് ഒക്കെ വേർഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എഴുതുന്ന പ്രകാരം പ്രൊനൗൺസ് ചെയ്യണമെന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ചില വേർഡുകൾ നമുക്ക് ഇനിയും കാണാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് ടെറിഡോഫൈറ്റ്സ് ആണ്. നാലാമത്തെ ഗ്രൂപ്പിനെ നമ്മൾ ജിംനോസ്പേം എന്ന് പറയും. ഫിഫ്ത്ത് വൺ ആൻജിയോസ്പേം. ഇത്രയും ആൾക്കാരാണ് നമ്മൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിക്കുക. ആൽഗേ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ആൻജിയോസ്പേം. ഇത് ക്ലാസിഫൈ ചെയ്തിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തുകൊണ്ട് സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന രീതിയിൽ. ആൻജിയോസ്പേം ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആൻജിയോസ്പേം ആണ് ഏറ്റവും ഹയർ പ്ലാന്റ്സ് എന്ന് പറയാം. ഫ്ലവറിങ് പ്ലാന്റ്സ് എന്താണ് ആൻജിയോസ്പേമിനെ പറയാം? ഫ്ലവറിങ് ഉണ്ടാവുക അല്ലെങ്കിൽ ഫ്ലവർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന അല്ലെങ്കിൽ ഹയർ ഫോമിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്ലവറിങ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ ഫ്ലവറിങ് ചെയ്യാനുള്ള കഴിവുള്ള അവരാണ് ലാസ്റ്റ് ഗ്രൂപ്പിൽ വരുന്ന ആൻജിയോസ്പേംസ്. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പായ ആൽഗയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആൽഗേ? ക്ലാസിഫിക്കേഷൻ ആയതുകൊണ്ട് ഇതൊക്കെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വരാം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ ഇത് നോക്കുക. എവിടെയെങ്കിലും വിട്ടുപോയാൽ കൺഫ്യൂഷൻ ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് വൺ ആൽഗേ. എന്താണ് ആൽഗേ? ആൽഗേ നമുക്ക് 2-3 സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായതും അക്വാറ്റിക് ആണ്. വാട്ടറിൽ മാത്രമേ ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാന്റ് കിങ്ഡം ആയതുകൊണ്ട് തന്നെ എല്ലാ ക്യാരക്ടറും പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. പ്ലാന്റ്സിൻ്റെ മെയിൻ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, പ്രസൻസ് ഓഫ് ക്ലോറോഫിൽ ആണ്.
ക്ലോറോഫിൽ പ്രസന്റ് ആയവരെയാണ് നമ്മൾ പ്ലാന്റ്സ് എന്ന് പറയാം. ക്ലോറോഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിഗ്മെന്റ് ആണ്. ഫോട്ടോസിന്തസിസ് നടത്താൻ ഹെൽപ്പ് ചെയ്യുന്ന മെയിൻ പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ഈ ക്ലോറോഫിൽ കണ്ടന്റ് പ്രസന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആൾക്കാരെ പ്ലാന്റ് കിങ്ഡത്തിൽ പെടുത്തിയിരിക്കുന്നത്. അവരാണ് ആൽഗെ. പ്രധാനമായും ക്ലോറോഫിൽ ബിയറിംഗ് ഓർഗാനിസം ആണ് ആര്? ആൽഗേസ് എന്ന് പറയും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദം ആർ അക്വാറ്റിക്. ബോത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ വാട്ടർ ദേ ആർ സീൻ. രണ്ട് സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. ഫ്രഷ് വാട്ടറിൽ കാണാൻ പറ്റും, മറൈൻ വാട്ടറിൽ കാണാൻ പറ്റും ക്ലോറോഫിലുള്ള ഓർഗാനിസം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മിക്കവാറും വരുന്ന ആൾക്കാരും ഒക്കെ എന്താണ്? മൈക്രോസ്കോപ്പിക് ആണ്. നേക്കഡ് ഐ കൊണ്ട് നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. മൈക്രോസ്കോപ്പിക് നേച്ചറാണ്. ദെൻ ഇതിന് പ്രധാനമായിട്ടും ഒരു പേര് പറയുന്നുണ്ട്, താലസ് എന്നാണ് പറയുക. നമ്മൾ ഇതുവരെ പ്ലാന്റ് കിങ്ഡം, പ്ലാന്റ്സ് എന്നാണ് എല്ലാവരെയും എന്ത് ചെയ്തത്? ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേങ്കിൽ ഇവിടെ നമ്മൾ താലസ് എന്ന ടേം പറയും. താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല. സ്ട്രക്ചർ എന്നല്ല പറയുക, ഒരു പ്ലാന്റിന് വേണ്ട പാർട്ടുകൾ ഉണ്ടാവണമെന്നില്ല. ദറ്റ് ഈസ് റൂട്ട്, സ്റ്റെം, ലീഫ്, ഇതൊക്കെയാണ് മെയിൻ പാർട്ട്. ദർ ഈസ് നോ ഡിഫറൻഷിയേറ്റഡ് സ്റ്റെം, റൂട്ട് ആൻഡ് ലീഫ്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുക? താലസ് എന്ന ടേം പറയുക. അപ്പോൾ ആൽഗേസ് ഒക്കെ എന്താണ്? താലസ് ആണ്. താലസ് എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ബോഡി എന്ത് ചെയ്തിട്ടില്ല? ഡിഫറൻഷിയേറ്റ് ചെയ്തില്ല. സാധാരണ നമ്മളൊരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഒരു റൂട്ട് ഉണ്ടാവാം, സോയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു റൂട്ട് ഉണ്ടാവാം, ഇറക്റ്റ് ആയിട്ട് നിർത്തുന്ന ഒരു സ്റ്റെം ഉണ്ടാവാം, ലീഫ് ഉണ്ടാവാം, ഫ്ലവർ ഉണ്ടാകാം, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ ഇവിടെ താലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജസ്റ്റ് ഒരു സ്ട്രക്ചർ മാത്രം. ചിലപ്പോൾ ഓവൽ ഷേപ്പിൽ കാണുന്നവരുണ്ടാവാം, ചിലപ്പം സ്പൈറൽ ഷേപ്പിൽ ഉണ്ടാവാം, കോളനീസ് ആയിട്ട് ഒരുപാടെണ്ണം ഒന്നിച്ച് ക്ലസ്റ്റർ ചെയ്ത് കാണുന്നവരുണ്ടാവാം. അങ്ങനെ പലതരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരെ കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, ദർ ഈസ് ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പും എന്താണ്? അക്വാറ്റിക് ആണ്. ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും, മറൈൻ വാട്ടറിലും കാണാൻ പറ്റും. ക്ലോറോഫിൽ ബിയറിംഗ് ഓർഗാനിസം ആണ്. താലസ് ആണ്. ഓക്കെ, താലസ് ആണെങ്കിൽ കൂടെ ഇത് ഏതെങ്കിലും ഒരു സബ്സ്ട്രാറ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നവരുണ്ടാവാം, ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് കാണുന്നവരുണ്ടാവാം. അറ്റാച്ച്ഡ് ഫോം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ റോക്ക്, ഈ പിന്നെ സാധാരണ കടലിനടിയിലൊക്കെ ആണെങ്കിൽ പാറയുടെ മുകളിലൊക്കെ എന്ത് ചെയ്തും അറ്റാച്ച് ചെയ്തിട്ട് കാണുന്നതാണ്. അപ്പോൾ അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഒരു ഹോൾഡ് ഫാസ്റ്റ് ഒരു സ്ട്രക്ചർ വേണം. അതിന് വേണ്ടിയിട്ടാണ് ഒരു റൂട്ട് പോലെ തോന്നിപ്പിക്കുന്ന, അതേസമയം റൂട്ടല്ല, അങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന് ഹോൾഡ് ഫാസ്റ്റ് എന്നാണ് പറയുക. ഫിക്സ് ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ജസ്റ്റ് ഒരു പാർട്ട്, ഒരു ഫുട്ട് ലൈക്ക് പാർട്ട്, അതിനെയാണ് ഹോൾഡ് ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഹോൾഡ് ഫാസ്റ്റ് ഉപയോഗിച്ചാണ് ആൽഗേസ് ഏത് സബ്സ്ട്രാറ്റത്തിലാണോ നിൽക്കുന്നത് അത് അറ്റാച്ച്ഡ് ഫോമിന് മാത്രമേ എന്ത് കാണുന്നുള്ളൂ? ഹോൾഡ് ഫാസ്റ്റ് കാണുന്നുള്ളൂ. ഫ്രീ ഫ്ലോട്ടിംഗ് ആണെങ്കിൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഫ്ലോട്ട് ചെയ്യുക, മൂവ് ചെയ്യണമെങ്കിൽ എന്താവശ്യമാണ്? ഫ്ലെജല്ല അല്ലെങ്കിൽ സീലിയ പോലുള്ള സ്ട്രക്ചർ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൽഗേസിലൊക്കെ കാണപ്പെടുക ഫ്ലെജല്ലയാണ്. ഫ്ലെജല്ല ഉള്ളത് കൊണ്ട് തന്നെ അതെന്താണ്? മുട്ടയിലാണ്, സ്വന്തമായിട്ട് മൂവ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ യൂണിസെല്ലുലാർ ആണെന്ന് പറഞ്ഞു. സിമ്പിളായിട്ട് കാണുന്നവരുണ്ട്, കോളനിയസ് ആയിട്ട് കാണുന്നവരുണ്ട്, ഏതെങ്കിലും സബ്സ്ട്രാറ്റിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് വളരുന്നവരും ഇത്തരം ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, ഇനി പ്രധാനമായും ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ക്ലോറോഫിൽ തന്നെ 2-3 തരങ്ങളുണ്ട്. ക്ലോറോഫിൽ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, അങ്ങനെ വ്യത്യസ്ത തരം ക്ലോറോഫിൽ ഉണ്ട്. ഈ ക്ലോറോഫിൽ ഏതാണോ പ്രസന്റ് ആയിരിക്കുന്നത് അതിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ ആ ആൽഗെ എന്ത് ചെയ്യുന്നത്? എടുത്ത് പറയാൻ പോകുന്നത്. ക്ലോറോഫിലിൻ്റെ ബേസിൽ ആൽഗേസിനെ പിന്നെയും ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. അതെന്താന്ന് നോക്കാം. അതിനു മുന്നേ ബാക്കി കാര്യങ്ങളും നോക്കാം. എങ്ങനെയാണിത് റീപ്രൊഡക്ഷൻ നടത്തുക? 2 രീതിയിലുള്ള റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ട്, എസെക്ഷൽ മെത്തേഡും സെക്ഷൽ മെത്തേഡും. എസെക്ഷൽ മെത്തേഡ് ആണെങ്കിൽ സാധാരണ പ്ലാന്റ്സ് ചെയ്യുന്നത് പോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ ബഡ്ഡിങ്, ആ പ്ലാന്റ് ബോഡി എന്താണോ അത് എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, സെൽ ഡിവിഷനിലൂടെ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് പീസസ് ആയിട്ട് മാറിക്കൊണ്ട് പുതിയ ജനറേഷൻ ഉണ്ടാക്കുക. അതിനെയാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. എസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെ സ്പോർ ഫോർമേഷനിലൂടെയും ഉണ്ട്. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സ്പോറിലേഷൻ, സ്പോർ ഫോർമേഷൻ, സൂസ്പോർ എന്താണ്, അപ്ലാനോസ്പോർ എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. മൂവിങ് കപ്പാസിറ്റി ഉള്ള സ്പോർ ഉണ്ടാവാം, സ്റ്റേഷനറി ആയിട്ടുള്ള സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യാം. അതൊക്കെ ലിബറേറ്റ് ചെയ്ത് പുതിയൊരു സബ്സ്ട്രാറ്റിലെത്തുകയും പുതിയ പ്ലാന്റ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്ന രീതിയാണെങ്കിൽ അതാണ് എസെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനും നമ്മൾ പറഞ്ഞതാണ് 3 മെത്തേഡ്: ഐസോഗമി, അനേസോഗമി ആൻഡ്
ഊഗമി മെത്തേഡ്, അതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ മെത്തേഡും എസെക്ഷൽ മെത്തേഡും റീപ്രൊഡക്ഷൻ വഴി ഇതാണ്. അതാണ് എസെക്ഷൽ മെത്തേഡ് നമ്മൾ പറഞ്ഞു സ്പോർ ഫോർമേഷൻ അല്ലെങ്കിൽ ഫ്രാഗ്മെൻറ്റേഷൻ പറഞ്ഞു. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഐസോഗമി, അനൈസോഗമി, ഊഗമി, ഈ രീതിയിലാണ് റീപ്രൊഡക്ഷൻ നടത്തുക. ദെൻ നെക്സ്റ്റ് പോയിന്റ്, എന്താണ് ആൽഗയുടെ അർത്ഥ പ്രത്യേകത? ഇപ്പോൾ ക്ലോറോഫിൽ കണ്ടന്റ് പ്രസന്റ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ആൽഗേസ് ഒക്കെ എന്തായിരിക്കും? ഓട്ടോട്രോപ്പിക് ആണ്. ഓട്ടോട്രോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്ത് പറയുക? ഓട്ടോട്രോപ്പിക് എന്ന് പറയുക. അല്ലാത്തവരെ നമ്മൾ ഹെറ്ററോട്രോപ്പ് എന്നാണ് പറയുന്നത്. ചില ആൽഗേസ് ഉണ്ട് ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ഹെറ്ററോട്രോപ്പ് എന്ന് പറഞ്ഞ് മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പും ഓട്ടോട്രോപ്പിക് ആണ്. ഓക്കെ, ദെൻ ക്ലോറോഫിൽ കണ്ടന്റ് കാര്യം പറഞ്ഞു. ക്ലോറോഫിൽ കണ്ടന്റ് പ്രസൻസിനനുസരിച്ച് ആൽഗേസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിലോട്ട് പോവാണ്. ആൽഗെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു? ഇത്രയാണ് ആൽഗയുടെ മെയിൻ ഫീച്ചേഴ്സുകൾ. അത് ഓർത്ത് വെക്കുക. എല്ലാ ആൽഗേസിനും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ ചെറിയ പോയിന്റ്സിൽ 2-3 അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുന്നുണ്ട്. അവിടെ നമ്മൾ ഒരു ക്ലാസിഫിക്കേഷൻ എടുത്ത് പറയാണ് ക്ലോറോഫിലിൻ്റെ പ്രസൻസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 3 ആൾക്കാരുണ്ട് ക്ലോറോഫിലിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തപ്പോൾ. ഒന്നാമത്തെ ഗ്രൂപ്പാണ് ക്ലോറോഫൈസിയെ. ഈ ഒരു ടേം ഓർത്ത് നോക്കുക, ഫൈസിയെ. നമ്മുടെ ആൽഗെ ആയിട്ട് സംബന്ധിച്ചുള്ള എല്ലാ ടേമുകളിലും നമ്മൾ ഫൈക്കോളജി അത് പറഞ്ഞതാണല്ലേ, ആൽഗയെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചിനെയാണ് ഫൈക്കോളജി എന്ന് പറയുക. അപ്പോൾ ഈ ഒരു ടേം കാണാം. ആൽഗെ എവിടെയുണ്ടെങ്കിലോ അവിടെ ഈ ഒരു ഫൈക്കസ് അല്ലെങ്കിൽ ഫൈസിയെ എന്നുള്ള ടേം ആൽഗയെ ബന്ധപ്പെട്ട് കാണുന്നതാണ്. ഫസ്റ്റ് ആൾക്കാരെ നമ്മൾ ക്ലോറോഫൈസിയെ എന്ന് പറയാം. ഇവിടെ പേരിൽ തന്നെയുണ്ട് ക്ലോറോഫൈസിയാണ്. അപ്പോൾ ക്ലോറോഫിൽ കണ്ടന്റ് അല്ലേ, ക്ലോറോഫിൽ എ അല്ലെങ്കിൽ ക്ലോറോഫിൽ ബി അല്ലെങ്കിൽ ക്ലോറോഫിൽ സി, ഇതാണ് മെയിനായിട്ട് ഈ ആൾക്കാരിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സ്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഓട്ടോട്രോപ്പിക് ആണ്. സ്വന്തമായിട്ട് എന്ത് ചെയ്യും? ഫുഡ് പ്രിപ്പയർ ചെയ്യും. ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് സ്റ്റാർച്ച് ഫോമിലാണ്. സാധാരണ കാണുന്ന സ്റ്റാർച്ച് ഫോമിൽ തന്നെയാണ്. പക്ഷെങ്കിൽ ഈ സ്റ്റാർച്ചിനൊരു പ്രോട്ടീനീഷ്യസ് കോട്ടിംഗ് ഉണ്ടാവും. ഫുഡ് പെട്ടെന്ന് എന്ത് ചെയ്ത് പോയി ഡീകേ ചെയ്യാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാർച്ച് പ്രോട്ടീനീഷ്യസ് കോട്ട് കാണാൻ പറ്റും. അതിന് ഒരു പേരും കൂടിയുണ്ട്, പൈറിനോയിഡ് എന്ന് പറയും. പൈറിനോഡൊക്കെ വൺ വേർഡൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്. പൈറിനോഡ്സ് എന്തൊക്കെയാണെന്നുള്ളത്. ക്ലോറോഫൈസിയെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, സ്റ്റാർച്ച് രൂപത്തിലാണ്. ആ ഫുഡിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് ഒരു പ്രോട്ടീനീഷ്യസ് കോട്ട് കാണാൻ പറ്റും. അത് പൈറിനോഡ്സ് എന്നാണ് അറിയപ്പെടുക. ഓക്കെ, ഇനി ഈ ക്ലോറോഫൈസിയയിൽ വരുന്ന ആൾക്കാരുടെ ഒക്കെ സെല്ല് കമ്പോസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ക്ലോറോഫൈസിയ മാത്രമല്ല എല്ലാ ആൽഗയുടെയും സെൽ വാൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. പെക്റ്റിനൊക്കെ കുറച്ചും കൂടെ ഹാർഡ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊരു റഫ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ്. ഇത് മിക്കവാറും വാട്ടറിലാന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഡീകേ ചെയ്ത് പോകും. നമ്മുടെ ഈ വാട്ടറിൽ കാണുന്ന ലീഫ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സാധാരണ ഡീകേ ചെയ്ത് പോകാത്തതിന് കാരണം ഇങ്ങനെയുള്ള ചില കെമിക്കൽസ് പ്രസൻ്റ് ആയതുകൊണ്ടാണ്. അതെന്ത് ചെയ്യും? അതിനെ സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ ഒരു റഫ് നാച്ചർ കൊടുക്കും, ഒരു വാക്സി കോട്ടിങ് കൊടുക്കും. അതാണ് ആ ലീഫ് ഇമ്മേഴ്സ്ഡ് ആയിട്ട്. താമരയുടെ ഇലയില്ലേ കംപ്ലീറ്റ് ചിലപ്പം വാട്ടറിൽ ഇമ്മേഴ്സ് ചെയ്ത് കാണാം, പക്ഷെ അതെന്ത് ചെയ്യുന്നില്ല, ഡീകേ ചെയ്ത് പോകുന്നില്ല, ഒരുപാട് കാലം നിൽക്കുന്നുണ്ട്. ഒരു വാക്സി കോട്ടിങ് ഉണ്ട് അതിന്. അതുപോലെയുള്ള കോട്ടിങ് കൊടുക്കുക അല്ലെങ്കിൽ ഒരു റഫ് നാച്ചർ കൊടുക്കുക. അങ്ങനെയുള്ളതാണ് പെക്റ്റിൻ, ലിഗ്നിൻ പോലെയുള്ള കെമിക്കൽസിൻ്റെ സഹായം എന്ന് പറയുന്നത് ആ പ്ലാന്റ്സിന് കിട്ടുന്നത്. അപ്പോൾ ഈ കെമിക്കൽസ് പ്രസൻ്റ് ആയതുകൊണ്ട് വാട്ടറിൽ അഡ്വാൻസ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് ഇതിന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് സെൽ വോൾ കമ്പോസ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസ്, പെക്റ്റിൻ പോലെയുള്ള കമ്പണൻ്റ് കൊണ്ടാണ്. ഇനി ക്ലോറോഫിൽ കണ്ടന്റ് തന്നെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. എല്ലാ ആൽഗയിലും ഒരേപോലെ കാണുന്നില്ല. സാധാരണ ക്ലോറോഫിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന 2 വോളോട് കൂടിയ ഒരു ബാക്കിയുള്ള തൈറോയിഡ് അല്ലെങ്കിൽ തൈലക്കോയിഡ്, ലാമെല്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാകും. അതൊക്കെയാണ് ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചർ എന്ന് പറയാം. ഇവിടെ ചില പ്ലാന്റ്സിൽ ക്ലോറോഫിൽ കാണപ്പെടുന്നത് റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ ആയിരിക്കാം. ചിലതിൽ സ്പൈറൽ ഷേപ്പിൽ, കൃത്യമായിട്ടുള്ളൊരു സ്പൈറൽ ഷേപ്പിൽ കാണാം, റിബൺ ഷേപ്പിൽ കാണാം. ഇതൊക്കെ ആൽഗയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ്. നമ്മൾ പക്ഷേ ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. നമ്മുടെ ബാക്ടീരിയ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്.
ഷേപ്പിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ. ഇവിടെയും ആൽഗയെ ക്ലോറോഫിലിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെന്താ, ക്ലോറോഫിലിൻ്റെ ക്ലാസിഫിക്കേഷൻ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം, എന്തൊക്കെയാണ് ക്ലോറോഫിലിൻ്റെ ഷേപ്പ് എന്നുള്ളത്. റിബൺ ഷേപ്പിലുള്ളവരുണ്ട്, സ്പൈറൽ ഷേപ്പിൽ വരുന്നവരുണ്ട്, ഓവൽ ഷേപ്പിൽ വരുന്നവരുണ്ട്, ഗേർഡിൽ ഷേപ്പിൽ ഒരു കപ്പ് ഷേപ്പ് ഒക്കെ വരുന്നവരുണ്ട്. യൂലോത്രിക്സ് എന്നൊക്കെ പറയും. ആൽഗേസ് ഒരുപാടുണ്ട്. ക്ലോറല്ല, ക്ലാമിഡോമോണസ്, സ്കാര, നിങ്ങൾ പഠിക്കും. എക്സാമ്പിൾസ് ഒരുപാട് പഠിക്കാനുണ്ട് നമുക്ക്. അപ്പോൾ അതിലൊക്കെ ഓരോ ഷേപ്പിലായിരിക്കും കാണുക. യൂണിസെല്ലുലാർ ആയിട്ടുള്ള എക്സാമ്പിളാണ് ക്ലോറല്ല എന്നൊക്കെ പറയാം. ക്ലോറല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടയിലാണ്. സാധാരണ ഈ ഗേർഡിൽ ഷേപ്പിലുള്ള ക്ലോറോപ്ലാസ്റ്റോട് കൂടിയ ഒരു ഓവൽ ഷേപ്പിൽ വരുന്നതാണ്. 2 ഫ്ലജെല്ല ഉണ്ടാകും. ബാക്കി സൈറ്റോപ്ലാസം റീജിയൻ ഒക്കെ ഉണ്ട്. ഓട്ടോട്രോപ്പാണ്. ബാക്കി സെൽ ഓർഗനൽസ് ഒക്കെ പ്രസൻ്റ് ആണ്. ഈ രീതിയിൽ കാണാം. ദെൻ വോൾവോക്സ് എന്ന് പറഞ്ഞ വേറൊരു ആൽഗയുണ്ട്. ഇതൊക്കെ ക്ലോറോഫൈസിയയിൽ വരുന്നതാണ്. വോൾവോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളനീസ് ആയിട്ടാണ് കാണുന്നത്. ഇവർക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ഒരുപാട് മെമ്പേഴ്സ് ഒന്നിച്ച് അസോസിയേറ്റ് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് ഇവരെ കാണാൻ പറ്റുക. അതാണ് വോൾവോക്സ്. നമ്മൾ വോൾവോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താണ്, ഗ്രൂപ്പായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അവരൊറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. കോളനീസ് ആയിട്ട് കാണാൻ പറ്റും. ഒന്നിൽ കൂടുതൽ ആൾക്കാരുകൾ ഒന്നിച്ച് കാണാം. ഇവരൊക്കെ എന്താണ്, ഫ്ലജെല്ലയോട് കൂടിയവരാണ്. സ്പോർ ഫോർമേഷൻ, നമ്മൾ റീപ്രൊഡക്ഷൻ പറയുമ്പോൾ വോൾവോക്സ് പറയുന്നുണ്ട് ഈ ഇൻറ്റേർണൽ ബഡ് ഫോം ചെയ്തുകൊണ്ട് റീപ്രൊഡക്ഷൻ നടത്തുന്നവരും കൂടിയാണ് ആര്, വോൾവോക്സ് എന്ന് പറയാം. ഇനി യൂലോത്രിക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രൂപ്പ് ഉണ്ട്. യൂലോത്രിക്സ് എന്നാണ്. യൂലോത്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലമെൻറ്റസ് ആണ്. നമുക്ക് തോന്നും മൾട്ടി സെല്ലുലാർ ആണെന്നൊക്കെ തോന്നും, അടുക്കി വെച്ചതുപോലെ തോന്നും. പക്ഷേങ്കിൽ എന്താണ്, സിമ്പിൾ സ്ട്രക്ചറാണ്. ഒരു ഫിലമെൻറ്റ് എന്ന രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കാണാം. ആങ്കറിങ് സ്ട്രക്ചർ ഉണ്ടാകും ഇതിന്. അറ്റാച്ച്ഡ് ഫോംസ് ആണ്. ക്ലോറല്ലയൊക്കെ നമ്മൾ ഫ്ലജെല്ലയാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ യൂലോത്രിക്സ്, ക്ലാമിഡോമോണസ് അങ്ങനെയുള്ള യൂലോത്രിക്സ് പോലെയുള്ള ആൾക്കാർക്കൊക്കെ ആങ്കറിങ് സ്ട്രക്ചർ കാണാൻ പറ്റും. ബാക്കി ഫ്രീ ഫ്ലോട്ടിംഗ് ആണെങ്കിൽ ഫ്ലജെല്ലയും കാണാൻ പറ്റും. ഓക്കെ, ദെൻ ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്ലോറോഫൈസിയ ഫസ്റ്റ് ഗ്രൂപ്പാണ്. റീപ്രൊഡക്ഷൻ ഒക്കെ എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെയാണ് വരിക. ഐസോഗമി, അനൈസോഗമി, ഊഗമി മെത്തേഡിലൂടെ സെക്ഷുവലിയും, സ്പോർ ഫോർമേഷൻ നടത്തിയിട്ടും ഫ്രാഗ്മെൻറ്റേഷനിലൂടെയും അസെക്ഷൽ മെത്തേഡ് വഴിയും റീപ്രൊഡക്ഷൻ നടത്തും. ഇത് പിന്നെയും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ആൽഗയുടെ കോമൺ ഫീച്ചർ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, പ്രധാനമായിട്ടുള്ള പിഗ്മെൻറ്റ് മാത്രമേ നമ്മൾ ക്ലാസിഫിക്കേഷനിൽ പെടുത്തുന്നു. അപ്പോൾ ഏതാണ് പിഗ്മെൻ്റ് എന്ന് ഓർത്ത് വെക്കുക. ദെൻ രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ പറയുന്നത് ഫിയോഫൈസിയയാണ്. ഫിയോഫൈസിയെ നമ്മൾ ബ്രൗൺ ആൽഗെ എന്ന് കോമൺ ആയിട്ട് പറയും. ബ്രൗൺ ആൽഗെ. നമ്മൾ ക്ലോറോഫൈസിയ പറഞ്ഞാൽ അതിന് ഗ്രീൻ ആൽഗെ എന്നാണ് പറയുക. ക്ലോറോഫിൽ മാത്രമേ, അതിൽ ക്ലോറോഫിൽ A, B, C പോലെയുള്ള കണ്ടന്റ് മാത്രമേ അതിലുള്ളൂ. അതുകൊണ്ട് അത് ഗ്രീൻ ആൽഗയാണ്. ഫിയോഫൈസിയ എന്താണ്, ബ്രൗൺ ആൽഗയാണ്. അറ്റാച്ച്ഡ് ഫോമാണ് കൂടുതലായിട്ട് കാണാൻ പറ്റുക. ബ്രൗൺ ആൽഗെ ആയതുകൊണ്ട് ബ്രൗൺ കളറാണ് ഇതിന് കാണുക. ഗോൾഡൻ ബ്രൗണും നല്ല ഷൈനി ബ്രൗണും അല്ലെങ്കിൽ ഒരു ബ്രിക്ക് മോഡലൊക്കെ ഈ ആൽഗേസിനെ കാണാൻ പറ്റും. കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് അറ്റാച്ച്ഡ് ഫോമായിട്ട് മറൈനിലാണ്. നല്ല ആഴത്തിലായിട്ട് ഏതെങ്കിലും പാറയുടെ മുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതിൻ്റെയും സബ്സ്ട്രാറ്റിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഫിയോഫൈസിയെ കാണുക. ഫിയോഫൈസിയെ ആ ബ്രൗൺ കളറിൽ കൊടുക്കുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്, ഫ്യൂക്കോസാൻതിൻ എന്ന് പറയുന്ന പിഗ്മെൻറ്റ്. ഫ്യൂക്കോസാൻതിൻ, ഈ പിഗ്മെൻറ്റിൻ്റെ പേര് ഓർത്ത് വെക്കുക. ഫ്യൂക്കോസാൻതിൻ എന്ന് പറയുന്ന പിഗ്മെൻ്റ് ആണ് ഫിയോഫൈസിയക്ക് ബ്രൗൺ കളറ് കൊടുക്കുക. ഓക്കെ, ഇനി ഫുഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ. സ്റ്റാർച്ച് നമുക്ക് കോമൺ ആയിട്ട് പരിചയമാണ്. അന്നജം രൂപത്തിലാണ് സ്റ്റാർച്ച്. ലാമിനാരിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ഓയിൽ ഡ്രോപ്പിൽ കെമിക്കൽസ് പോലെയുള്ള ഒരു പ്രത്യേകമായിട്ട് കാണപ്പെടുന്ന ഒരു ഡെപ്പോസിറ്റാണ് എന്ത്, ലാമിനാരിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാനിറ്റോൾ എന്നും ഇതിൻ്റെ ഫുഡിനെ നമ്മൾ അറിയപ്പെടും. സ്റ്റാർച്ച് തന്നെയാണ്, പക്ഷെങ്കിൽ ചെറിയ കെമിക്കൽ കോമ്പൗണ്ട് വേരിയേഷൻ ഉള്ളത് കൊണ്ട് നമ്മൾ വേറെ ടേമിലെടുത്ത് പറയുന്നുള്ളൂ. സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ കഴിക്കുന്ന റൈസിലൊക്കെ കാണുന്നതാണ്, പക്ഷെ ഇത് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ലാമിനാരിൻ അല്ലെങ്കിൽ മാനിറ്റോൾ എന്ന് പറയാം. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത ബോയൻസി ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കാൻ പറ്റും ചില ആൾക്കാർക്ക്. ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണമെങ്കിൽ എന്താണ്, ഒരു ബോയൻസിൻ്റെ അല്ലെങ്കിൽ എന്താ ഒരു എയർ ബബിൾസോ അങ്ങനെ എന്തെങ്കിലും സപ്പോർട്ട് വേണം. ഓയിൽ ഡ്രോപ്ലെറ്റ് ഒക്കെ ഇതിൽ കാണാൻ പറ്റും.
ഓയിൽ ആ ബോഡിയിൽ എവിടെയെങ്കിലും നമ്മൾ പൈറിനോയിഡ് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഏതെങ്കിലും രീതിയിൽ ഒരു എയർ അടങ്ങിയിരിക്കുന്ന സ്പേസോ അല്ലെങ്കിൽ എന്താ ഒരു വാട്ടർ ഫിൽ ചെയ്തിട്ടുള്ള ഒരു സ്പേസൊക്കെ ഉണ്ട്. അങ്ങനെ പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള സ്ട്രക്ചേഴ്സ് ആ ബോഡിയിൽ എവിടെയും കാണാൻ പറ്റും. ഇത്രയാണ് ഫിയോഫൈസിയയുടെ മെയിൻ പോയിന്റ്. ആൽഗേസിൻ്റെ കോമൺ പോയിന്റ് എല്ലാം ഉൾപ്പെടുത്ത അഡീഷണൽ ആയിട്ടാണ് നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞത്. ഈ പിഗ്മെൻറ്റും അതേപോലെ തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഓയിൽ അല്ലെങ്കിൽ എയർ ബബിൾസ് ഒക്കെ കാണുന്നതുകൊണ്ട് അതിങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ആൾക്കാർ കൂടുതലായിട്ടും ഫിയോഫൈസിയയിൽ കാണാം. ബ്രൗൺ ആൽഗെ എന്നുള്ള കോമൺ ഫീച്ചറും ഓർക്കാം. ദെൻ തേർഡ് വൺ, നമ്മുടെ മൂന്നാമത്തെ ആള് റോഡോഫൈസിയെ എന്നാണ് പറയുക. റോഡോഫൈസിയെ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ എൻ്റെ പേര് റെഡ് കളറാണ്. ഡാർക്ക് കളറിലോ അല്ലെങ്കിൽ എന്താ ഒരു റെഡ് നേച്ചറാണ് ഇത്തരം ആൽഗേസിന് കാണാൻ പറ്റുക. മറൈൻ വാട്ടറിലാണ് കൂടുതൽ കാണുക. ഇതിന് ഒരു പ്രത്യേകതയുണ്ട്, കുറച്ചും കൂടെ അഡ്വാൻസ് ആണ്. ആൽഗെ വരുന്ന ഗ്രൂപ്പിൽ കുറച്ചും കൂടെ ചില ഫോംസ് നമുക്ക് കാണുമ്പോൾ ഒരു ലീഫൊക്കെ ഉള്ളതുപോലെ തോന്നും. താലസ് എന്നാണ് നമ്മൾ പൊതുവേ എന്താണ് ആൽഗേക്ക് പറഞ്ഞിരിക്കുന്നത്. പക്ഷേങ്കിൽ ഇതിനൊരു സ്റ്റം ലൈക്ക് ലീഫ് ലൈക്ക് പാർട്ടും ഒരു റൂട്ട് പോലെ തോന്നിപ്പിക്കുന്ന ഒരു ആങ്കറിങ് സ്ട്രക്ചറും കാണാം ചില ഗ്രൂപ്പിൽ മാത്രം. അതാണ് എക്സാമ്പിൾ സർഗാസം എന്ന് പറയും നമ്മൾ. സർഗാസത്തിനൊരു പ്രത്യേകതയുണ്ട്, ഇത് നല്ല എയർ ബബിൾസ് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓരോ ലീഫ് ഫോം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ബബിൾ ചെയ്തുകൊണ്ട് ഓരോ എയർ ബബിൾസ് കൃത്യമായിട്ട് കാണാൻ പറ്റും. എയർ ബബിൾ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിൽ ഇതിന് അതിൻ്റെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പല രീതിയിൽ എയർ ബബിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. അതാണ് റോഡോഫൈസിയയുടെ പ്രത്യേകത. റെഡ് കളറാണെന്ന് പറഞ്ഞു. ഇനി എന്താണ് റെഡ് കളറിന് കാരണം? അതാണ് നമ്മുടെ മെയിൻ ക്ലാസിഫിക്കേഷൻ അല്ലേ. എന്തിനനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് പിഗ്മെൻറ്റ്. അപ്പോൾ നമ്മൾ 2 പിഗ്മെൻറ്റ് പറഞ്ഞു. ക്ലോറോഫൈസിയയിലാണെങ്കിൽ ഗ്രീൻ പിഗ്മെൻ്റ് ആണ്, ഫിയോഫൈസിയയിലാണെങ്കിൽ ബ്രൗൺ കളർ കൊടുക്കുന്ന ഫ്യൂക്കോസാന്തിൻ ആണ്, റോഡോഫൈസിയയിലാണെങ്കിൽ ഫൈക്കോ എറിത്രിൻ എന്ന് പറയുന്ന റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെൻറ്റ്. അതാണ് റോഡോഫൈസിയയിൽ കാണാൻ പറ്റുക. ബാക്കി ഫീച്ചേഴ്സൊക്കെ നമ്മൾ ആൽഗയുടെ കാര്യങ്ങൾ റീപ്രൊഡക്ഷനും ഓട്ടോട്രോപ്പിക്കും താലസ് ഫോമാണ് ക്ലോറോഫിൽ കണ്ടന്റ് ഉണ്ടെന്നുള്ളതൊക്കെ ഓർത്ത് വെക്കുക. ഈ ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതും ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്ലാന്റ് കിങ്ഡത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പായ നമ്മൾ ആൽഗേസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഇനി എന്താണ് ഈ ആൽഗയുടെ പ്രത്യേകത? നമ്മൾ 3 ഗ്രൂപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവരെന്താണ്? എക്കണോമിക് വാല്യൂസ് ഉള്ളവരുണ്ട്. എക്കണോമിക് വാല്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറോഫിൽ കണ്ടന്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നല്ലൊരു പ്രൊഡ്യൂസറാണ് അല്ലേ. പ്രൊഡ്യൂസർ എന്ന് തന്നെ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. നമ്മുടെ ഫുഡ് ചെയിനിലൊക്കെ കൂടുതലായിട്ട് എനർജി റിലീസ് ചെയ്യുന്ന എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞത്. അതെന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സ് ആയതുകൊണ്ടാണ്. ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട് ഓട്ടോട്രോപ്പിക് ആണ്. സാധാരണ ഫുഡ് ചെയിനിൽ നമ്മൾ ആദ്യം പറയുക പ്ലാന്റ് ആണ് അല്ലെ, പിന്നെയാണ് പ്ലാന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നവർ പ്രൊഡ്യൂസർ, കൺസ്യൂമർ അങ്ങനെ പോവുക. അപ്പോൾ എല്ലാം പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എനർജി റിച്ച് കോമ്പൗണ്ട് ആണ് ഇത്. ദെൻ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു നോസ്റ്റോക്ക് എന്ന് പറയുന്ന ആൽഗയെ കുറിച്ച് അവിടെ കൂടുതലായിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നോസ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ നടത്താൻ വേണ്ടിയിട്ട് സഹായിക്കാം. നൈട്രജൻ ഫിക്സേഷൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞതാണ് സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ നോസ്റ്റോക്ക് എന്നൊക്കെ ഗ്രീൻ ആൽഗയിലാണ് വരുന്നത്. ആ നോസ്റ്റോക്ക് ഉള്ളത് കൊണ്ട് തന്നെ നോസ്റ്റോക്ക് ഉള്ള ഏരിയയിൽ സോയിലൊക്കെയാണ് കാണുന്നതെങ്കിൽ നല്ല ഫെർട്ടൈൽ സോയിലായിരിക്കും. അവിടെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ് കൂടുതലായിട്ട് എന്തായിരിക്കും, നല്ല രീതിയിലുള്ള അതിൻ്റെ ഈൽഡ് കിട്ടുന്ന രീതിയിലായിരിക്കും അത് സർവൈവ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ അടുത്ത പ്രത്യേകത. മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡ്യൂസറാണ്, എനർജി കോമ്പൗണ്ടാണ്, ഓട്ടോട്രോപ്പിക് ആണ്. നമ്മുടെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. ചില ആൽഗേസിനെ നമ്മൾ ഫുഡായിട്ട് യൂസ് ചെയ്യും. മൈക്രോസ്കോപ്പിക് അല്ലാത്തതാണെങ്കിൽ നമുക്ക് എന്താ എഡിബിൾ ആണ്. ചില മരുന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൽഗേസ് യൂസ് ചെയ്യും. ദെൻ അഗർ എന്ന് പറയുന്ന ഒരു വേസ്റ്റ് അല്ല, ശരിക്കും ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് ഈ ആൽഗയുടെ ഒരു പ്രൊഡക്റ്റാണ് അഗർ എന്ന് പറയുക. അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സൊല്യൂഷൻ. നമ്മൾ ഈ ടിഷ്യൂ കൾച്ചർ മെത്തേഡൊക്കെ കേട്ടിട്ടുണ്ടാവും. ടിഷ്യൂ കൾച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ഈ ഇവിടെ മാർക്കറ്റിൽ ഇറക്കുന്ന ഒരു മെത്തേഡാണ് ടിഷ്യൂ കൾച്ചർ. ഒറ്റ ഒരു സെല്ലോ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് ഒരുപാട് പ്ലാന്റിനെ ഡെവലപ്പ് ചെയ്യുന്ന രീതി. സമയം കുറക്കുക,
കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ള മെത്തേഡ് ഹൈബ്രിഡൈസേഷൻ്റെ അഡ്വാൻസ് സ്റ്റേജാണ് ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ആണെങ്കിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്കൊരു വലിയൊരു ഗ്രൂപ്പിനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നല്ലൊരു എഡിബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിനെ ഉണ്ടാക്കണം, നല്ല ഈൽഡ് കിട്ടുന്നൊരു പ്ലാന്റ് ഉണ്ടാക്കണം. പക്ഷെ ടൈം നമ്മുടെ കയ്യിലില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ അത്രയും ഒരു 1000സോളം ഗ്രൂപ്പിനെ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അതിനാണ് നമ്മൾ ടിഷ്യൂ കൾച്ചർ എടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റ് അതിൻ്റെ ഒരൊറ്റ സെല്ല് മതി, അല്ലെങ്കിൽ ഒറ്റൊരു ടിഷ്യൂ മതി, അതിനെ കൾച്ചർ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്ലാന്റ്സ് ഒരുപാടെണ്ണം ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനൊരു മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ ഓരോ സൊല്യൂഷനിലൊക്കെ ആ സെല്ലിനെ ഇട്ട് വെച്ച് മാറ്റിയൊക്കെയാണ് ചെയ്യുക. ആ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അഗർ എന്ന് പറയുന്നത്. അഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൽഗേസിൻ്റെ ഡെപ്പോസിഷനാണ്. വേസ്റ്റ് എന്നല്ല, അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടാത്ത പ്രൊഡക്റ്റ് അത് റിലീസ് ചെയ്യും. അത് നമ്മൾ കളക്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ അഗർ സൊല്യൂഷൻ ടിഷ്യൂ കൾച്ചർ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൾച്ചർ മീഡിയം ഉണ്ടാക്കാൻ ഉപയോഗിക്കും. പിന്നെ കോസ്മെറ്റിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പല കോസ്മെറ്റിക് സാധനങ്ങളും ഈ ആൽഗേസിൻ്റെ കമ്പോണൻ്റ് ഉണ്ട്. ഐസ്ക്രീം പൗഡർ അതിലൊക്കെ ചേർക്കുന്നുണ്ട് ആൽഗേസ്. ഇങ്ങനെയുള്ള കുറച്ച് എഡിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. എക്കണോമിക് വാല്യൂസും ആൽഗേസിന് കാണാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ ആൽഗയെക്കുറിച്ച് ഓർത്ത് വെക്കുക. നമ്മുടെ ക്ലാസിഫിക്കേഷൻ്റെ ഫസ്റ്റ് ഗ്രൂപ്പ് ആൽഗയാണ് ഡിസ്കസ് ചെയ്തത്. ആൽഗെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തു, ആൽഗേസിൽ വരുന്ന ഗ്രൂപ്പ് ഏതൊക്കെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്ത ഗ്രൂപ്പ് ബ്രയോഫൈറ്റ്സ് ആണ് പറയുന്നത്. ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.